JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. മിൽമ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ പരീക്ഷ അടുത്ത മാസം നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായ ക്ലാസ്സുകളാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കാസീൻ ആണല്ലേ, കാസീൻ. പാലിലെ മൊത്തം പ്രോട്ടീന്റെ ഏകദേശം 80% കാസിൻ ആണ്. ഇത് കാൽസ്യവുമായി ചേർന്ന് മൈസെല്ലി രൂപത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ പാലിലെ മൊത്തം പ്രോട്ടീന്റെ ഏകദേശം എത്ര ശതമാനമാണ്? 80% കാസിനാണ്. അപ്പോൾ പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാസീൻ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ ലാക്ടോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? പാലിലെ ലാക്ടോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ പെടുന്നു അല്ലെ. പാലിലെ ലാക്ടോസ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ലാക്ടോസ് ഒരു ഡിസാക്കറൈഡ് ആണ്. അതായത് ഗ്ലൂക്കോസ് പ്ലസ് ഗാലാക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലാക്ടോസ് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നത് കാരണം? പാല് വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നത് കാരണം എന്താണ്? പാല് വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നതിനുള്ള കാരണം 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കാസീൻ മൈസെൽസ്. കാസീൻ മൈസെൽസ് ആണ്. അതായത് കാസീൻ മൈസെൽസും കൊഴുപ്പും ഗ്ലോബ്യൂളുകളും പ്രകാശം ചിതറിക്കിടക്കുന്നതിലാണ് പാല് വെളുത്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ പാല് വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നതിന് കാരണം ഏതാണ്? കാസീൻ മൈസെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ തിളപ്പിക്കുന്നത് ഏത് രോഗാണുക്കളെ നശിപ്പിക്കാനാണ്? പാല് തിളപ്പിക്കുന്നത് ഏത് രോഗാണുക്കളെ നശിപ്പിക്കാനാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പാത്താജനിക് ബാക്ടീരിയ. പാൽ തിളപ്പിക്കുന്നത് പാത്താജനിക് ബാക്ടീരിയയെ എന്ന രോഗാണുക്കളെ നശിപ്പിക്കാനാണ്. തിളപ്പിക്കൽ രോഗകാരക ബാക്ടീരിയയെ നശിപ്പിക്കുകയും എന്നാൽ എല്ലാ സ്പോർസുകളും നശിക്കണമെന്നും ഇല്ല. അപ്പോൾ പാൽ തിളപ്പിക്കുന്നത് പാത്താജനിക് ബാക്ടീരിയ എന്ന രോഗാണുക്കളെ നശിപ്പിക്കാനാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പാസ്ചറൈസേഷൻ എന്നത് എന്താണ്? എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് പാസ്ചറൈസേഷൻ എന്ന്. എന്നാൽ അത് എന്താണ് എന്ന് പലർക്കും അറിയാൻ പാടില്ല. എന്താണ് പാസ്ചറൈസേഷൻ എന്നാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. എന്താണ്? നിശ്ചിത താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുക. അതാണ് പാസ്ചറൈസേഷൻ എന്നത്. അപ്പോൾ പാസ്ചറൈസേഷൻ രോഗാണുക്കളെ നശിപ്പിക്കുകയും പാലിന്റെ ഗുണനിലവാരം നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? ഒരു നിശ്ചിത താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുക. അതാണ് പാസ്ചറൈസേഷൻ എന്നത്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. HTST പാസ്ചറൈസേഷന്റെ ശരിയായ താപനില സമയം? HTST പാസ്ചറൈസേഷന്റെ ശരിയായ താപനില സമയം എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഏതാണ്? 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. അപ്പോൾ HTST എന്താണത്? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണ് HTST. അത് 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് താപനില സമയം. അടുത്ത ക്വസ്റ്റ്യൻ. UHT പാൽ എത്ര കാലം സൂക്ഷിക്കാം? UHT പാല് എത്ര കാലം സൂക്ഷിക്കാം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1 അല്ല 2 മാസം തുറക്കാതെ. UHT പാൽ എത്ര കാലം സൂക്ഷിക്കാം? 1-2 മാസം
തുറക്കാതെ. UHT പാലില് എല്ലാ രോഗാണുക്കളും നശിപ്പിക്കപ്പെടുന്നതിനാൽ ദീർഘകാലം അത് സൂക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തൈര് ഉണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? എല്ലാവർക്കും തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? എല്ലാവരും തൈരൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. ഹോട്ടലുകളിലൊക്കെ ചില ഭക്ഷണം കഴിക്കുമ്പോൾ തൈര് കൂട്ടാറുണ്ട്. പക്ഷേ തൈര് ഉണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ് എന്നതിനെ കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ട് കാണുകയില്ല. അപ്പോൾ തൈര് ഉണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലാക്ടോ ബാസിലസ് ബൾഗറൈക്കസ് ആണ് ഈ പാലിൽ തൈരുണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ. ലാക്ടോബാസിലസ് ബൾഗറിക്കസയും സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ചേർന്നാണ് തൈര് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൈര് പുളിപ്പിക്കുന്നതിൽ രൂപപ്പെടുന്ന ആസിഡ്. തൈര് പുളിപ്പിക്കുന്നതിൽ രൂപപ്പെടുന്ന ആസിഡ് ഏത് ആസിഡാണ് തൈര് പുളിപ്പിക്കുന്നതിൽ രൂപപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലാക്റ്റിക് ആസിഡ് ആണ് രൂപപ്പെടുന്നത്. ലാക്ടോസ് ലാക്റ്റിക് ആസിഡായി മാറ്റപ്പെടുന്നു. ലാക്ടോസ് ലാക്റ്റിക് ആസിഡായി മാറ്റപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെണ്ണ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? വെണ്ണ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ചേണിങ് ആണ് അല്ലെ. വെണ്ണ ഉണ്ടാവുന്നത് ഏതാണ്? ചേണിങ് പ്രക്രിയയിലൂടെയാണ്. ക്രീമിനെ ശക്തമായി ഇളക്കുന്നതാണ് ചേണിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്യിലെ പ്രധാന ഘടകം. എല്ലാവർക്കും നെയ്യ് അറിയാം. നമ്മൾ എല്ലാവരും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. ഭക്ഷണ എന്താണ് പരിപ്പിന്റെ കൂടെയൊക്കെ നെയ്യ് ചേർത്ത് സദ്യക്കൊക്കെ കഴിക്കാറുണ്ട് അല്ലേ എല്ലാവരും. അപ്പോൾ ഈ നെയ്യിലെ പ്രധാന ഘടകം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൊഴുപ്പാണല്ലേ. നെയ്യിലെ പ്രധാന ഘടകം കൊഴുപ്പാണ്. നെയ്യിൽ ഏകദേശം 99% കൊഴുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കിൻഡ് മിൽക്കില് കുറവായുള്ള ഘടകം ഏതാണെന്നാണ് ചോദിച്ചത്. സ്കിൻഡ് മിൽക്കില് കുറവായുള്ള ഘടകം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൊഴുപ്പാണല്ലേ. കൊഴുപ്പാണ്. സ്കിൻഡ് മിൽക്കിലെ കൊഴുപ്പ് നീക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ കുറവുള്ള ഘടകം ഏതാണ്? സ്കിൻഡ് മിൽക്കില് കൊഴുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ചീസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എൻസൈം. ചീസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, റെന്നിൻ ആണ്. റെന്നിൻ കാസിനിനെ കട്ട പിടിപ്പിക്കുന്നു. കാസിനിനെ കട്ട പിടിപ്പിക്കുന്നു. അപ്പോൾ ചീസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെന്നിൻ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ കൂടുതലായി കാണപ്പെടുന്ന ഖനിജം. പാലില് കൂടുതലായി കാണപ്പെടുന്ന ഖനിജം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലില് കൂടുതലായി കാണപ്പെടുന്ന ഖനിജം ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കാൽസ്യം ആണല്ലേ. പാലിൽ കൂടുതലായി കാണപ്പെടുന്ന ഖനിജം ഏതാണ്? കാൽസ്യം. കാൽസ്യം അസ്ഥികളും പല്ലുകളും ഒക്കെ ശക്തമാക്കുന്നു. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ പുളിച്ചു പോകുന്നത് ഏത് കാരണം? പാല് പുളിച്ചു പോകുന്ന ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ബാക്ടീരിയ കാരണമാണ് അല്ലേ. പാല് പുളിച്ചു പോകുന്നത് ബാക്ടീരിയ കാരണമാണ്. ബാക്ടീരിയ ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആയി മാറ്റുന്നു. അങ്ങനെ അത് പുളിച്ചു പോകുന്നതിന് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമോജനൈസേഷൻ ചെയ്ത പാലിന്റെ ഗുണം. ഹോമോജനൈസേഷൻ ചെയ്ത പാലിന്റെ ഗുണം എന്താണ്? 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൊഴുപ്പ് ഒരുപോലെ വിതരണം ചെയ്യും. ഹോമോജനൈസേഷൻ ചെയ്ത പാലിന്റെ ഗുണം എന്താണ്? കൊഴുപ്പ് ഒരുപോലെ വിതരണം ചെയ്യും. ഹോമോജനൈസേഷൻ കൊഴുപ്പ് ഗ്ലോബ്യൂളുകളുടെ വലിപ്പം കുറയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ വിറ്റാമിൻ എ ഏത് ഘടകത്തിൽ കാണപ്പെടുന്നു? പാലിലെ വിറ്റാമിൻ എ ഏത് ഘടകത്തിൽ കാണപ്പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, കൊഴുപ്പ്. പാലിന്റെ വിറ്റാമിൻ എ കൊഴുപ്പ് ഘടകത്തിൽ കാണപ്പെടുന്നു. വിറ്റാമിൻ എ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ ആണ്. വിറ്റാമിൻ എ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ ഒരു ഡാഷ് ആഹാരമാണ്.
കൊച്ചിലേ തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്, എന്നാൽ പലർക്കും അറിയാൻ പാടില്ല. പാലൊരു ഡാഷ് ആഹാരമാണ്. എന്താഹാരമാണ്? പാലൊരു സമ്പൂർണ്ണ ആഹാരമാണ്. പാൽ പ്രധാന പോഷകങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതിനാലാണ് അതിനെ സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ ജലത്തിന്റെ ശതമാനം ഏകദേശം ഡാഷ് പെർസെൻറ്റേജ് ആണ്. പാലിലെ ജലത്തിന്റെ ശതമാനം ഏകദേശം എത്ര പെർസെൻറ്റേജ് ആണ്? ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 87% അല്ലേ. പാലിൽ ഏകദേശം 87% ജലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പാല് മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും പാല് രാവിലെ കുടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ കുടിക്കുന്നവരാണ്. പക്ഷെ അതിൻ്റെ മനുഷ്യർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് പലർക്കും അറിയാൻ പാടില്ല. എന്താണ്? പോഷകമൂല്യമുണ്ടല്ലേ. പാൽ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കൊളോസ്ട്രം പാലിന്റെ പ്രത്യേകത. കൊളോസ്ട്രം പാലിന്റെ പ്രത്യേകത. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കൊളോസ്ട്രം പാലിന്റെ പ്രത്യേകത എന്താണ്? എന്താണ്? ഉയർന്ന ആന്റിബോഡികൾ. അതാണ് കൊളോസ്ട്രം പാലിന്റെ പ്രത്യേകത. കൊളോസ്ട്രം പാലില് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ കൂടുതലായി കാണപ്പെടുന്നു. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, പശു പാലിനെ അപേക്ഷിച്ച് എരുമപ്പാലിന്റെ പ്രത്യേകത. പശുവിന്റെ പാലിനെ അപേക്ഷിച്ച് എരുമപ്പാലിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൂടുതൽ കൊഴുപ്പാണല്ലേ. എരുമപ്പാലില് കൊഴുപ്പ് കൂടുതലായതിനാൽ നെയ്യും വെണ്ണയും ഒക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നു. അപ്പോൾ പശുവും പാലിനെ അപേക്ഷിച്ച് എരുമപ്പാലിന് കൊഴുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ എരുമപ്പാലിൽ കൊഴുപ്പ് കൂടുതലുള്ളതിനാൽ നെയ്യും വെണ്ണയൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ കൊഴുപ്പ് ഏത് രൂപത്തിലാണ് നിലനിൽക്കുന്നത്? പാലിലെ കൊഴുപ്പ് ഏത് രൂപത്തിലാണ് നിലനിൽക്കുന്നത്? ആർക്കൊക്കെ അറിയാം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, എമൽഷൻ രൂപത്തിലാണ് നിലനിൽക്കുന്നത്. പാലിലെ കൊഴുപ്പ് ഒരു ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ രൂപത്തിലാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ pH സാധാരണയായിട്ട് എത്രയാണ്? പാലിലെ pH എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 6.6, 6.8, 6.6 to 6.8. അതായത് പുതുപ്പാൽ അല്പം അമ്ല സ്വഭാവമുള്ളതാണ്. pH എത്രയാണ്? 6.7. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ ചൂട് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന വിറ്റാമിൻ. പാലില് ചൂട് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വിറ്റാമിൻ സി. വിറ്റാമിൻ സി ചൂടിനോട് അതീവ സംവേദനശീലമാണ്. അപ്പോൾ പാലിൽ ചൂട് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.